നമുക്ക് ആ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഈ സ്ക്രീൻ വരും. ഇതിൽ നമുക്ക് കസ്റ്റമേഴ്സിന് ഓഫർ രണ്ട് ടൈപ്പിൽ കൊടുക്കാൻ പറ്റും. ഒന്ന് ഈ പെർസെന്റേജ് ഓഫർ, ഇത് ഓരോ ഐറ്റത്തിനും കൊടുക്കാൻ പറ്റും. സിംഗിൾ ഐറ്റത്തിന് ഈ ഓഫർ കൊടുക്കാൻ പറ്റും. ഇനിയൊരു ഓപ്ഷൻ എന്നുള്ളത് കൂപ്പൺ കോഡാണ്. അത് ഈ സെറ്റിംഗ്സിനുള്ളിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കൂപ്പൺ കോഡ് പറയുന്നത് എല്ലാ കാറ്റഗറിക്കും, ഓൾ ഐറ്റംസ്, എല്ലാ കാറ്റഗറിക്കും ഒന്നിച്ചു കൊടുക്കുന്നതാണ്. ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ സർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പെർസെന്റേജ് ഓഫർ എടുക്കാം. പെർസെന്റേജ് ഓഫർ എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചാണ്, ക്യാൻസൽ അടിച്ചിട്ട് ഫസ്റ്റ് ഒടിച്ചിക്കാം. അപ്പൊ ഓഫർ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കാണും. ഇതിൽ ക്രിയേറ്റ് ഓഫർ കൊടുക്കുക. ക്രിയേറ്റ് ഓഫർ കൊടുത്തതിന് ശേഷം ഇപ്പൊ നമുക്ക് ഓഫറിന്റെ ഏത് ഐറ്റമിനാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് അത് ആഡ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ബാഞ്ചറ കബാബും ഗോബി പേപ്പർ ഡ്രൈ പനീർ ടിക്ക മസാല ഇത് മൂന്നും കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് താഴെ വരിക. നിങ്ങൾക്ക് ഏതായിട്ടാണോ ഓഫർ കൊടുക്കേണ്ടത് അത് ആഡ് ചെയ്യുക. എന്നിട്ട് താഴെ വരിക. താഴെ വന്നതിന് ശേഷം ഇവിടെ ഒരു നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാവും. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഈ ഐറ്റത്തിന് എത്ര പെർസെന്റേജ് ആണ് ഡിസ്കൗണ്ട്, 10% ആണെങ്കിൽ 10%, 20% ആണെങ്കിൽ 20% അത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇത് മൂന്നും ഒന്നിച്ച് ആഡ് ചെയ്തുകൊണ്ട് ഈ 20% ഈ മൂന്നിനും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്കിപ്പോ ഇത് 10%, ഇത് 10%, ഇത് 20%, ഇത് 5% ആണെന്നുണ്ടെങ്കിൽ ഓരോ ഐറ്റം ആയിട്ട് എടുത്തിട്ട് ഓഫർ ആഡ് ചെയ്യണം. ഇതിനിപ്പോ മൂന്നിനും 20% ആണ് ആപ്ലിക്കബിൾ. ജസ്റ്റ് ഇപ്പോ എക്സാമ്പിൾ ആണ് ഞാൻ കൊടുത്തത്. 20% കൊടുത്തു. ഈ ഓഫർ വന്നിട്ട് ഡെലിവറിക്കാണോ, ഇവിടെ ഡൈനിങ് ആയിട്ട് ടേക്ക് അവേ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് സർ. അതായതും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഡെലിവറിക്കാണോ ടേക്ക് അവേക്കാണോ ഈ ഓഫർ ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. രണ്ടിനും ആണെന്നുണ്ടെങ്കിൽ രണ്ടിനും ടിക്ക് കൊടുക്കുക. ഇനി ഡെലിവറിക്ക് മാത്രമേ ഉള്ളെങ്കിൽ ഡെലിവറിക്ക് മാത്രം ടിക്ക് കൊടുക്കാം. പിന്നെ ഇതിന് സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട്, എൻഡ് ഡേറ്റ് ഉണ്ട്. അപ്പൊ ഇന്ന് തൊട്ട് 10 ദിവസത്തേക്കാണ് ഈ ഓഫർ എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്യുക. ഇന്നത്തെ ടൈമും സെലക്ട് ചെയ്യാൻ പറ്റും. 12 മണിയാണെങ്കിൽ 12 മണി, മോർണിംഗ് ഇപ്പോ 9-10 മണിയാണെന്നുണ്ടെങ്കിൽ 10 മണി. അങ്ങനെ നമുക്ക് ഇത് ടൈം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ടൈം സെലക്ട് ചെയ്യുക. ഇവിടെ കാലണ്ടറിൽ ഡേറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ ഞാൻ ഇന്നത്തെ ഡേറ്റാ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഡേറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ എൻഡ് ഡേറ്റും സെലക്ട് ചെയ്യാം. ഞാൻ ഒരു 10 ദിവസത്തേക്കാണ് ഓഫർ ഇടുന്നത്. അപ്പൊ 21st നൈറ്റ് വരെ എന്ന് പറയുമ്പോൾ 10 മണി, 10 അല്ല 15, 16, ഒരു 20, 8 മണി വരെയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ ടൈമാണ്. അപ്പൊ 8 മണി വരെയാണെന്നുണ്ടെങ്കിൽ 20 കൊടുത്തു. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ഡേറ്റ്, ആ ഡേറ്റിൽ ഏത് സമയത്താണ് ഈ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ എൻഡ് ഡേറ്റിൽ ഏത് സമയം വരെയാണ് ഈ ഓഫർ അപ്ലിക്കബിൾ. അപ്പൊ പെർസെന്റേജ് കൊടുക്കാൻ പറ്റും. ഡെലിവറി ആണോ, ഇവിടെ ടേക്ക് അവേ മാറ്റാൻ പറ്റുന്നത് ടേക്ക് അവേക്കാണോ, ഇല്ല ബോത്തിനാണെങ്കിൽ രണ്ടിനും ടിക്ക് മാർക്ക് കൊടുക്കുക. സ്റ്റാർട്ട് ആൻഡ് എൻഡ്, ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ മൂന്നും ഒന്നിച്ചു കൊടുത്തോണ്ട് ഡിസ്കൗണ്ട് പെർസെന്റേജ് 20 മൂന്നിനും അപ്ലിക്കബിൾ ആണ്. ഓരോന്നിനും ഓരോ പെർസെന്റേജ് ആണെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് ഓഫർ ആഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അപ്ലോഡ് ഓഫർ കൊടുത്താൽ മതി. ഈ അപ്ലോഡ് ഓഫർ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അവര് കസ്റ്റമേഴ്സ് മെനുവിന്റെ ഉള്ളിൽ കയറിയതും മെനുവിന്റെ മുകളിൽ ഒരു ബാനർ പോലെ ഈ ഓഫർ ഫസ്റ്റ് കാണും. ഇത് വന്നിട്ട് ഓരോ ഐറ്റം, ഇൻഡിവിജ്വൽ ഐറ്റത്തിന് ഓഫർ ഇങ്ങനെയാണ് നമുക്ക് അപ്ലിക്കബിൾ, ഇങ്ങനെയാണ് കൊടുക്കുക. ഓക്കെ സർ. എന്നിട്ട് അപ്ലോഡ് ഓഫർ കൊടുത്താൽ മതി. അവിടെ ഓഫർ ബാനറായിട്ട് മെനുവിന്റെ ഏറ്റവും ടോപ്പിൽ അത് കണ്ടോളും. ഇനിയൊരു ടൈപ്പിൽ എങ്ങനെയാണ് ഓഫർ എടുക്കുക എന്ന് വെച്ചാൽ ഈ സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സിൽ പോയിട്ട് ഡിസ്കൗണ്ട് എടുക്കാം. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് കൂപ്പൺ കോഡാണ്. ഇപ്പോ കൂപ്പൺ കോഡിന്റെ അവിടെ നമുക്കിപ്പോ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. എന്ത് പേരിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിളിന് ഫസ്റ്റ് 10 നമ്മൾ ഒരു എക്സാമ്പിൾ അടിച്ചിരിക്കുകയാണ്. എക്സാമ്പിളിന് ഫസ്റ്റ് 10 കൂപ്പൺ കോഡിന്റെ നെയിം കൊടുത്തു. ഡിസ്കൗണ്ട് പെർസെന്റേജ് എത്രയാണെന്നുള്ളത് കൊടുക്കാം. 15% ആണെങ്കിൽ 15 എത്രയാണെന്ന് വെച്ചാൽ ആ ഡിസ്കൗണ്ട് പെർസെന്റേജ് കൊടുക്കാം. മിനിമം ഓർഡർ വാല്യൂ കൊടുക്കാം. മിനിമം ഓർഡർ വാല്യൂ കൊടുക്കുമ്പോൾ ഇപ്പൊ 200 രൂപയ്ക്ക് മിനിമം ഓർഡർ ചെയ്താലേ അവർക്ക് ഈ കൂപ്പൺ അപ്ലിക്കബിൾ ആവുള്ളൂ. അങ്ങനെ മിനിമം ഓർഡർ വാല്യൂ കൊടുക്കാം. അപ്പൊ 200 ആണെങ്കിൽ 200, ഇപ്പൊ സർ 300 ആക്കുകയാണെങ്കിൽ 300 ആക്കാം. അങ്ങനെ കൊടുക്കാൻ പറ്റും. പിന്നെ ഈ മാക്സിമം ഡിസ്കൗണ്ട് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു 4000 റുപ്പീസ്ക്ക് ആഡ് ചെയ്തു, 4000 റുപ്പീസ്ക്ക് ആഡ് ചെയ്തു. അതിനിപ്പോ 10% ഓഫറിന് 400 റുപ്പീസ്. അപ്പൊ 400 റുപ്പീസ് ഡിസ്കൗണ്ട് അവർക്ക് പോവുമല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ പോകണ്ടെന്നുണ്ടെങ്കിൽ ഈ മാക്സിമം ഡിസ്കൗണ്ട് ക്യാപ്പ് 100 റുപ്പീസ് ആയി. ഇപ്പൊ ഒരു 4000 പർച്ചേസ് ചെയ്താലും 100 റുപ്പീസ് വരെ അവർക്ക് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. 400 റുപ്പീസ് കിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനെ മാക്സിമം ഡിസ്കൗണ്ട് ക്യാപ്പ് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ യൂസേജ് ലിമിറ്റ് പറയുമ്പോൾ
ഇപ്പോ ഈ കൂപ്പൺ വന്നിട്ട് ഫസ്റ്റ് 500 കസ്റ്റമേഴ്സിനാണ് ഈ കൂപ്പൺ എന്നുണ്ടെങ്കിൽ 500 കസ്റ്റമേഴ്സ് കൊടുക്കാം. ഇല്ല 1000 കസ്റ്റമേഴ്സ് ആണെങ്കിൽ 1000 കസ്റ്റമേഴ്സ് കൊടുക്കാം. ഇനി അങ്ങനെ ലിമിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ബ്ലാങ്ക് ആയിട്ട് കളഞ്ഞാൽ മതി. ബ്ലാങ്ക് ആയിട്ട് വിട്ടോളൂ. പിന്നെ പെർ കസ്റ്റമർ യൂസേജ് ലിമിറ്റ്. ഈ പെർ കസ്റ്റമർ യൂസേജ് ലിമിറ്റിൽ കസ്റ്റമർക്ക് ഒരു പ്രാവശ്യമാണോ ഈ കോഡ് യൂസ് ചെയ്യാൻ പറ്റുക, 2 പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൊടുക്കാം. ഇപ്പൊ ഇതിൽ 2 കൊടുത്താൽ ആ കസ്റ്റമേഴ്സിന് 2 പ്രാവശ്യം ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 1 കൊടുത്താൽ 1 പ്രാവശ്യം. നോർമലി ഒന്നാ ഉണ്ടാവുക. അപ്പൊ 1 കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം. എത്രയാണ് ടൈം യൂസേജ് ലിമിറ്റ് അത് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതിലും മറ്റേ ഓഫറിൽ പോലെ തന്നെ സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് ടൈം അതുപോലെ എൻഡ് ഡേറ്റ് ആൻഡ് ടൈം കൊടുക്കാനുണ്ട്. അത് കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം സ്പെസിഫിക് കാറ്റഗറീസ് ആൻഡ് ഐറ്റംസ്, ഇത് വന്നിട്ട് അപ്ലിക്കബിൾ ടു ഓൾ കാറ്റഗറീസ് ആൻഡ് ഐറ്റംസ് ആണ്. ഈ മെനുവിലുള്ള എല്ലാ ഐറ്റംസിനും ഇത് അപ്ലിക്കബിൾ ആണ് ഈ ഓഫർ. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ക്രിയേറ്റ് ഡിസ്കൗണ്ട് കൊടുത്താൽ മതി. വാലിഡിറ്റി ഓൾ ഡേയ്സ്, ഈ ഓപ്ഷൻസ് സാർക്ക് വേണേ ട്രൈ ചെയ്ത് നോക്കാം. ടോട്ടലിലാണോ ഡിസ്കൗണ്ട് വേണ്ടത്, ഇത് ഓൾറെഡി ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ സാർക്ക് പറഞ്ഞാൽ മതി. ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ സാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ, ഇല്ലെങ്കിൽ വിളിച്ചോളൂ. നമ്മൾ അപ്പം തന്നെ റിപ്ലൈ ചെയ്യും.